ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കമന്റുകൾ വഴി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കീം സ്കോർ ഉണ്ട്. അതോടൊപ്പം തന്നെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റഡ് റാങ്ക് എത്രയായിരിക്കും. അതിനർത്ഥം നിങ്ങൾക്ക് PCMലുള്ള മാർക്ക് +2 റിസൾട്ട് കൂടി വരുമ്പോൾ ആ മാർക്കും കീമിന്റെ മാർക്കും കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എത്ര കീം സ്കോറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കീം റാങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന സ്കോർ 600-ന് 300 മാർക്കിന്റെ ഇപ്പോൾ കീം നോർമലൈസ്ഡ് സ്കോർ വന്നു. ഇനി PCMന്റെ സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് +2ന്റെ മാർക്ക് 300-ന് വരും. അത് രണ്ടും കൂടി ചേർത്തിട്ട് 600-ന് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് റാങ്കിനകത്ത് വരും അതിനനുസരിച്ച് പിന്നീട് നിങ്ങൾക്ക് കീം കട്ട് ഓഫ് മാർക്കുകൾ നോക്കി റാങ്കിങ് നോക്കി ഏത് കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ്, അത് BPharmനായിക്കോട്ടെ എഞ്ചിനീയറിംഗിനായിക്കോട്ടെ, കിട്ടുമോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായും കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മടിക്കേണ്ട, കമന്റ് ചെയ്യുക. നമ്മൾ റിസൾട്ട് അതിന് അനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെ ആൻസർ ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മുന്നിലുള്ളത് ഇപ്പോൾ കീം സ്കോർ മാത്രമാണ്. ഓക്കെ, ഇനി വരാനുള്ളത് നിങ്ങളുടെ +2 സ്കോറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഒരു സ്കോർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എന്നിരിക്കാം. ഇനി ഇത് വെച്ച് എങ്ങനെ നിങ്ങൾ കണക്കാക്കും താൻ ഏത് റാങ്ക് ലിസ്റ്റിനകത്ത് വരും, അതായത് ഏത് കാറ്റഗറിയിൽ വരും, അതുമല്ല എങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വരുമെന്ന്. ഇവിടെയും 2 ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റാങ്ക് ഏകദേശം ഏത് നമ്പറിനും ഇടയ്ക്ക് വരുമെന്ന് നിങ്ങളുടെ അവസാനത്തെ സ്കോർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആ സ്കോറിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ CETയിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ആ സമയത്തല്ല, നമുക്ക് 2024 കേസ് തന്നെ പറയാം. 2024 CETയിലെ സിവിൽ എഞ്ചിനീയറിംഗ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 4877 റാങ്ക് കിട്ടിയതാണ്. ഞാൻ ഈ പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിലാണ്. സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും പിന്നീട് സ്പോട്ട് അഡ്മിഷനും വരെ വരുമ്പോൾ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം പോലൊരു കോളേജിൽ പോലും സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, അത് നിങ്ങൾക്കറിയാം. എന്നിട്ട് പോലും ഏകദേശം 9,000-10,000 അകത്ത് റാങ്ക് മേടിച്ചവർക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കണക്കാക്കുന്ന ഈ സ്കോർ, അതിനനുസരിച്ച് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു റാങ്ക്, അത് അഡ്മിഷൻ അപ്രോച്ചിൽ അത് വേറെ രീതിയിലായിരിക്കും നിങ്ങളെ ഹെൽപ്ഫുൾ ചെയ്യാൻ പോകുന്നത്. അതും വിശദമായിട്ട് നമ്മൾ വരുന്ന വീഡിയോകളിൽ എന്തായാലും പറയും. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏകദേശം ഒരു കണക്കാണ്, 2024 അടിസ്ഥാനമാക്കിയുള്ള ഒരു കണക്കാണ്. അതായത് 600-ന് നിങ്ങളുടെ കീം സ്കോർ കണ്ടുപിടിക്കുക. മറ്റൊന്നുമല്ല, 300-ന് ഇപ്പോൾ വന്ന നോർമലൈസ്ഡ് സ്കോർ പ്ലസ് നിങ്ങളുടെ PCM സബ്ജക്റ്റിനും കൂടെ കണ്ടുപിടിച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് 525, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് ഞാൻ പറയുകയാണ്, 525-ന് കൂടുതൽ നിങ്ങളുടെ സ്കോർ വരുന്നുണ്ട്. അതായത് 75 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിലെ കീമിൽ 1 മുതൽ 5000 റാങ്കിനകത്ത് നിങ്ങൾക്ക് 100% വരും. അപ്പോൾ ഇവിടെയും വേറൊരു കാര്യമുണ്ട്, 5000 മാർക്കിന്റെ താഴെ പോകുന്നവർക്കും ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാറ്റഗറി ലിസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്, റിസർവേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, CET പോലൊരു ടോപ്പ് കോളേജിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു 1000-800 റാങ്കിനകത്തൊക്കെ എന്തായാലും വേണം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളൊന്ന് മനസ്സിലുറപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് 525-ന് കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് 1 മുതൽ 5000 റാങ്കിനകത്ത്, അതായത് ടോപ്പ് ഒരു 10% അല്ല 5%-നുള്ളിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി 450-നും ഒരു 525-നും ഇടയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 5000 മുതൽ 20,000 റാങ്കിനകത്ത് നിങ്ങൾക്ക് ഏകദേശം എത്തിച്ചേരാൻ പറ്റും. ഇനി നിങ്ങളുടെ സ്കോർ 350-ന് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും നിങ്ങൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, 30,000 റാങ്കിനകത്ത് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 30,000 റാങ്കിനകത്ത് വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് ഉറപ്പിക്കാം എന്നൊരു തരത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ അലോട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ഐഡിയ ഇത്തരം ഒരു കാൽക്കുലേഷനിലൂടെ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണ് ആവശ്യമെന്നിരിക്കാം. അതും കേരളത്തിലെ തന്നെ ടോപ്പ് കോളേജ് TKMോ അല്ലെങ്കിൽ CETയോ ബാട്ടൺ ഹില്ലോ ആണെന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 350-ന് കൂടുതൽ മാർക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ട്. നിങ്ങളുടെ റാങ്ക് ഏകദേശം 20-നും 25,000-നും ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് ഇരിക്കട്ടെ. പക്ഷേ ഈ ഒരു ഇത്രയും ചെറിയ റാങ്കായി പോയില്ലേ, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവിടെ നിങ്ങൾ 2 പേര്, ഒരാൾ SC ST കാറ്റഗറി, ഒരാൾ ജനറൽ കാറ്റഗറി, അങ്ങനെയാണ് എങ്കിൽ
അവിടെയും ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. ഈ വീഡിയോയിൽ ഈ പറഞ്ഞ കേസസ്, അതായത് 550 525 കൂടുതൽ മാർക്ക് മേടിച്ചാൽ ഇത്രയധികം റാങ്ക് കിട്ടും, നമ്മൾ ഈ പറഞ്ഞ പോലെ 250 താഴെയാണ് എങ്കിൽ നിങ്ങളുടെ റാങ്കും ഏകദേശം 40,000 അല്ലെങ്കിൽ അതിന് കുറവിലേക്ക് വയ്ക്കാം, താഴോട്ട് പോകാം. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ഒരു പക്ഷേ സെൽഫ് ഫിനാൻഷ്യൽ കോളേജുകൾ നോക്കേണ്ടി വരും, അതുമല്ല എങ്കിൽ റിപ്പീറ്റിംഗ് പോകേണ്ടി വരും. നിങ്ങളുടെ പാഷൻ ഏതാണോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണോ, അതിനനുസരിച്ച് മുന്നോട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൃത്യമായ ധാരണ എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത്, ഇപ്പോഴേ ഉണ്ടാക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലാതെ +2 മാർക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് കീം എഴുതി അതുവഴി ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ബിഫാമോ ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകണം, തനിക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ഇതിനും ഇടയ്ക്കായിരിക്കും. ഞാൻ ആ രീതിയിലാണ് ആ പരീക്ഷ അപ്രോച്ച് ചെയ്തത്. അതിനോടൊപ്പം തന്നെ പലരും പറയുന്നുണ്ട്, താൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതി എനിക്ക് ഇതിനേക്കാളും മാർക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ നോർമലൈസ്ഡ് വന്നപ്പോൾ വളരെ കുറഞ്ഞു പോയി എന്ന പരാതികൾ ഇതിനോടകം വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ, അതായത് വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഫോം ഫില്ലിംഗ് ഉണ്ട്, മറ്റ് ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കോളേജ് സെലക്ഷൻ, ബ്രാഞ്ച് സെലക്ഷൻ, കീം കട്ട് ഓഫ്, അലോട്ട്മെന്റ്, അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ഒരു കൈത്താങ്ങായിട്ട് നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ കാത്തിരിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട്.